അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം, ആർക്കും തെറ്റുപറ്റാം. ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിരാശയും കുറ്റബോധവും ഒഴിവാക്കാൻ മനസ്സ് ആവിഷ്കരിച്ചിട്ടുള്ള തന്ത്രമാണ് ഒഴികഴിവ് എന്നത്. മോശമായ പെർഫോമൻസ് ഒരു വ്യക്തിയുടെ മാത്രം പെർഫോമൻസ് ആകുന്നിടത്ത് ഒഴികഴിവ് പറയുവാനുള്ള സാധ്യത കൂടും. ഒരു പ്രവൃത്തി തനിക്കും മറ്റുള്ളവർക്കും തൃപ്തികരമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രവൃത്തി മനസ്സിൽ ഏൽപ്പിക്കുന്ന ആഘാതം കഴിയുന്നത്ര ലഘൂകരിക്കുന്നതിനും മറ്റുള്ളവർക്ക് തന്നോടുള്ള മതിപ്പ് നിലനിർത്തുന്നതിനും നാം ഒഴികഴിവ് കണ്ടുപിടിക്കും. പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ വീട്ടിൽ കയ്യബദ്ധം കൊണ്ട് ഗ്ലാസ് വീണുടഞ്ഞാൽ ഒക്കെ കുട്ടികൾ കുറ്റം നിഷേധിക്കുകയും ഒഴികഴിവ് പറഞ്ഞ് ന്യായീകരിക്കുക നടത്തുകയും ചെയ്യുക സാധാരണമാണ്, സർവ്വസാധാരണവുമാണ്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഈ ടെക്നിക്ക് സ്വീകരിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരുടെ സ്ഥിരം ജോലിയും ഏർപ്പാടുമാണിത്. അബദ്ധം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നും മറ്റും പറയും. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പക്ഷത്ത് ചേരുകയും തോൽക്കുന്ന പക്ഷത്തു നിന്ന് മാറുകയും ചെയ്യുന്ന രണ്ടാം കിട തന്ത്രവും ഒഴികഴിവിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് ശ്രദ്ധിച്ച് ഈ കാലഘട്ടത്തിൽ നാം മുൻപോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളച്ചൊടിക്കാതെ നേരെ വണ്ണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു. താങ്ക് യു.